ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലാൻ്റെ 23ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഷെയ്ഡർ ഇട്ടിട്ടാണ് നമ്മൾ കളിക്കാൻ പോണത്. ഷെയ്ഡർ ഇട്ട് കളിക്കണതാണ് ഭയങ്കര ഭംഗിയൊക്കെ തന്നെയാണ്, പക്ഷേ ചെറിയ ലാഗ് ഉണ്ടാവും. ദേവന്മാരൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ നമുക്കിന്ന് പറ്റുമോ നോക്കാം. ഷെയ്ഡർ ഇട്ടാണ്ട് നല്ല കളിക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്നും ഷെയ്ഡർ ഇട്ടാണ്ട് തന്നെ കളിക്കാം. നമ്മുടെ ബിൽഡൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് അകത്തൊക്കെ. ഇതുപോലെ അപ്പോഴത്തേന് മഴയും തുടങ്ങി. മഴത്തൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ തന്നെ ഉണ്ട്. ഷെയ്ഡിട്ടാൽ വലിയ ലാഗൊന്നും തോന്നണില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ചങ്ക് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി ഉറങ്ങി നീച്ചിട്ട് വരാം. ഇതാണ് രാവിലത്തെ വ്യൂ. നല്ല അടിപൊളിയായിട്ടുണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് റെയിൻബോ ഒക്കെ വന്നിരിക്കണേ, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ക്യാരറ്റ് ഫാർമാണ്. ക്യാരറ്റ് മാത്രമല്ല, പൊട്ടാറ്റോയും വെയിറ്റും നമ്മൾ അതിൽ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ക്ലീൻ ആക്കിയെടുക്കട്ടെ. നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഭാഗത്തുള്ള മരങ്ങളൊക്കെ പെട്ടെന്ന് പൊട്ടിച്ച് മാറ്റാൻ നമുക്ക് ഏറ്റവും സുഖമായിട്ടുള്ള വഴി ഇതാണ്. കുറച്ച് തീ ഇട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കത്തി തീർന്നോളും. ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ നമ്മൾ ഒന്നും കൂടി ക്രാഫ്റ്റ് ചെയ്തിരിക്കണേ. എനിക്കറിയാം പെട്ടെന്ന് പൊട്ടി തീരുന്നു. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തുള്ള കുറച്ച് ഇതൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം. ഒരു ബീ ഹൈവ് ഇവിടെ നിൽക്കുന്നുണ്ട്, എന്തായാലും കത്തി തീരേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പൊട്ടിച്ചെടുക്കാം. അതങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഫാമിന് വേണ്ടിയിട്ടുള്ള സ്ഥലം നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തായിട്ടാണ് നമ്മൾ ഫാം റെഡിയാക്കാൻ പോണത്. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും വാൾസാണ് വെക്കാൻ പോണത്. ഇതുപോലെ 4 ഭാഗത്തൊന്ന് കവർ ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഭാഗം ഒന്ന് ടിൽറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി വെക്കാം. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സാധനങ്ങൾ നടാനൊക്കെ പറ്റും. അപ്പോൾ ഇതുപോലെ 4 ബ്ലോക്ക് മാറിയിട്ട് ഒരു വാട്ടർ ബക്കറ്റ് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള ഏരിയസിൽ നമുക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് വെക്കാം. ഇത് 5 ബ്ലോക്കായി. 4 ബ്ലോക്ക് നമുക്ക് ആവശ്യമുള്ളൂ. ഇതുപോലെ എല്ലാ ഭാഗത്തും ചെയ്ത് വെക്കണം. അതങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്തതുപോലെ 4 ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും വലിയ ഏരിയ നമുക്ക് കിട്ടും. ഇനി ബാക്കിയുള്ള ഏരിയ കൂടി നമുക്ക് വാൾസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അതങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഓപ്പണിങ് ഭാഗത്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് മേൽക്കൊന്ന് സെറ്റാക്കി വെക്കണം. ഇതിൻ്റെ മേലെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൂടുതൽ കൃഷി നമുക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ കൂടുതൽ ലൂട്ടും കിട്ടും. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് മേലും കൂടി കംപ്ലീറ്റ് ചെയ്തെടുക്കട്ടെ. അതങ്ങനെ നമ്മൾ ഡേർട്ട് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് വാട്ടർ ബക്കറ്റ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് ടിൽറ്റ് ചെയ്തെടുക്കണം. അതങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴത്തെ പോലെ തന്നെ നമുക്ക് ഒരു ബ്ലോക്ക് കൂടി ഹൈറ്റ് കൂട്ടിയതിന് ശേഷം നമുക്ക് വാൾ വെച്ച് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അതങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് വില്ലേജസിനെ കൊണ്ട് കൊണ്ടുവരണം. അതിന് മുന്നേ നമുക്ക് അവന്മാർക്ക് ജോബ് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി കമ്പോസ്റ്റർ നമുക്ക് റെഡിയാക്കി വെക്കണം. 4 ഉണ്ടാക്കണം നമുക്ക്. അതങ്ങനെ നമ്മൾ 8 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് താഴെ ഭാഗത്ത് മാത്രമല്ല മേലെയും വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 8 ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാട്ടർ ഒഴിച്ച് വെച്ചതിൻ്റെ മേലെ തന്നെ നമുക്ക് ഒരു സ്ലാബ് വെക്കണം. സ്ലാബ് വെച്ചാൽ ഫുൾ ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് വാട്ടർ അവിടെ തന്നെ നിൽക്കും, അത് ഡീസ്പോൺ ആവില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കമ്പോസ്റ്റർ വെക്കാം. ഇതിനകത്ത് ലൈറ്റിങ് കുറവാണ്, അപ്പോൾ നമുക്ക് ഈ കമ്പോസ്റ്ററിൻ്റെ മേലായിട്ട് ലാൻഡ് ടൈം വെക്കാം. ഇതാണ് കാണാൻ നല്ല ഭംഗിയുള്ള ബ്ലോക്കാണ്. ഷെയ്ഡ് ഇട്ടുകൊണ്ട് ഒന്നുകൂടി ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെ മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വില്ലേജസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവന്മാരെ കുറച്ചുകൊണ്ട് എത്തിക്കട്ടെ. നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഒന്ന് ഉറങ്ങി വെച്ചിട്ട് വരാം. ഇനി ഇവന്മാരെ മൈൻകാട്ടിൽ നിന്ന് പുറത്തിറക്കണം. എന്നിട്ട് നമുക്ക് ബോട്ടിലിരുത്തിയിട്ട് നമ്മളെ ഫാമിൻ്റെ ഏരിയയ്ക്ക് കൊണ്ടുപോകണം. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. നമുക്കിങ്ങനെ വലിച്ച് ആ ഭാഗത്തേക്ക് എത്തിക്കണം. അങ്ങനെ നമ്മൾ ഒരുത്തന്നെ ഇവിടെ എത്തിച്ച് അങ്ങനെ കറക്റ്റിന് ഇവനെ ആ കുഴിക്ക് ആക്കിയിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആ കുഴിയിൽ ഒരുത്തന്നെ ആവശ്യമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഇനി 4 വില്ലേജിട്ടും കൂടി ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് 4 ആൾക്കാരെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ടോട്ടൽ 5 ആൾക്കാരുണ്ട്. 4 ആൾക്കാർക്ക് ഇതിൽ ജോബ് നമ്മൾ കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്നെങ്കിൽ ഫെൻസ് വെച്ചിട്ടോ അല്ലെങ്കിൽ വാൾസ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ എല്ലാ ഭാഗത്തും വാൾസ് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി എല്ലാ വില്ലേജസിനെയും ഓരോ സ്ഥലത്തേക്ക് ആക്കി നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കണം. ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇവന്മാർക്ക് നമുക്ക് ഓരോ സംഭവങ്ങൾ കൊടുക്കണം. ക്യാരറ്റും വീറ്റും അതുപോലെ പൊട്ടാറ്റോ നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതിന് കുറച്ച് മൈൻകാർട്ടും അതുപോലെ തന്നെ ഹോപ്പറും ചെസ്റ്റൊക്കെ നമുക്കൊന്ന് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തായിട്ടൊന്ന് ട്രാപ്പ് ഡോർ വെച്ച് കൊടുക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് നമ്മൾ വെക്കുന്ന മൈൻകാർട്ടൊക്കെ വെക്കുകയുള്ളൂ ഐറ്റംസ്. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് റെയിൽ വെച്ചിട്ട് മൈൻകാർട്ട് വിത്ത് ഹോപ്പർ വെക്കാം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് ഇവന്മാർക്ക് കൃഷി ചെയ്യാനുള്ള സാധനങ്ങൾ നട്ടു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് ഈ ഭാഗത്ത് നമുക്ക് വീറ്റ് നട്ടു കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കട്ടെ.
ഇതിൻ്റെ അകത്ത് എല്ലാ ഭാഗത്തും നമ്മൾ ഗ്ലാസ് പെയിൻ വെക്കുന്നുണ്ട്. എന്നാൽ കാണാൻ ഫിനിഷിങ് ഉണ്ടാവും. ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് 2 സൈഡും ബോൺവിൽ ചെയ്ത് കൊടുത്ത് വീറ്റും അതുപോലെ പൊട്ടാറ്റും. പക്ഷേ ഇവന്മാർ ഫാർം ചെയ്ത് ഇവനക്ക് കൊടുക്കണില്ല. എന്തോ കംപ്ലൈൻ്റ് അപ്പോൾ പറ്റിയിരിക്കണ്. അപ്പോൾ ഒന്നും കൂടി ഞാൻ കറക്റ്റിന് ചെയ്യട്ടെ. ഇപ്രാവശ്യം എന്തായാലും കറക്റ്റിന് തന്നെയാണ് ചെയ്തത്. ഇതുപോലെ ചെയ്താലാണ് വർക്കിംഗ് ആവുക. മേലെ ഒരു വില്ലേജർ ഉണ്ട്, അവനെ ഇതിൽ കൊടുന്നിരുത്തണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇനി ഈ വില്ലേജറിനെ കറക്റ്റിനായിട്ട് ഈ ബ്ലോക്ക് കൂടി താഴത്തേക്ക് എത്തിക്കണം. ഇതുപോലെ ഇനി താഴത്തെ ബ്ലോക്ക് ഒന്ന് പൊട്ടിച്ച് മാറ്റിയാൽ മതി. ഇനി നമുക്ക് ഈ ഗ്ലാസ് മാറ്റിയതിൻ്റെ ശേഷം ഇവിടെ ഫെൻസ് ഗേറ്റ് വെക്കണം എല്ലാ സൈഡിലും. ഇതുപോലെ 4 സൈഡും ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി ഇതൊക്കെ ചെസ്റ്റിക്ക് വന്നിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഹോപ്പർ കൊടുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ഹോപ്പർ ഇതുപോലെ ഒരു ലൈൻ വഴി കൊണ്ടുപോകുന്നുണ്ട്. എന്നാലും കറക്റ്റിന് നമ്മൾ ഐറ്റംസ് ആ പെട്ടിയിൽ വന്നിരിക്കുള്ളൂ. ലാസ്റ്റ് നമ്മളെ കയ്യിലുള്ള ഹോപ്പർ വെച്ച് ഒരു ഹോപ്പറിൻ്റെ കൂടി കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഹോപ്പർ ഉണ്ടാക്കിയിട്ട് വരാം. അതങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ഹോപ്പറും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി കണക്റ്റായി. ഇനി നമുക്ക് ഈ ഭാഗത്തൊക്കെ നട്ട് വെക്കാനുള്ളത് ബാക്കിയും കൂടി നട്ട് വെക്കാം. എന്നാലാണ് കറക്റ്റായിട്ട് ഇവന്മാർ പണി എടുക്കുള്ളൂ. കുറച്ച് നമുക്ക് നട്ട് വെക്കണം. അങ്ങനെ ഈ ഭാഗത്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇനി നൈറ്റാണ്, മോബൊക്കെ സ്പോണാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ഉറങ്ങി വെച്ചിട്ട് വരാം. ഇവന്മാർ നമ്മളെ പണിക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഇവന്മാരൊന്ന് തീർക്കട്ടെ. ഇവനെ കയ്യേറ്റ് തന്നെ കൊല്ലാൻ പറ്റുമോ നോക്കട്ടെ. പക്ഷെ നല്ല ഡാമേജ് എടുക്കുന്നുണ്ട്. ഇലയിട്ട് ഇട്ടുണ്ടോ തോന്നുന്നു. എന്തായാലും അവനെ തീർത്ത് ഇനി നമുക്ക് പണി സ്ഥലത്തേക്ക് പോവാം. ഇപ്പം നേരെ വേണം താഴത്തേക്ക് വീണ് എന്താ ഞാൻ എൻ്റെ ഹെൽത്ത് നോക്കിയിരുന്നില്ല. അപ്പോൾ അവിടെ 2-3 ആർട്ട് കൂടെ ഉള്ളത് തോന്നണേ. അതുകൊണ്ട് അത്ര ഡാമേജ് എടുത്തത്. അല്ല നമ്മൾ മരിക്കൊന്നുമില്ല. നമ്മൾക്ക് ഫെദർ ഫാളിങ് ഒക്കെ ഉണ്ട്. അടുത്ത ഡോട്ട് എടുത്തുകൊണ്ട് വേഗം കയ്യിൽ പിടിക്കട്ടെ. ഇതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. എപ്പോഴും ഇതുപോലെ ആവില്ല. ചില സമയത്ത് നമ്മൾ എലക്ട്രിക് ടേൺ വെക്കും, നമുക്ക് ഹെൽത്ത് കുറവാകും. അപ്പോൾ ബാക്കിൽ നിന്ന് ഉണ്ടാവും പച്ചഭൂതം വരുന്നത്, ഒറ്റ പൊട്ടിത്തെറിക്കലാവും. അപ്പോൾ എപ്പോഴും ഇൻവെൻട്രിയിൽ ഒരു 2 ടോട്ടോ അല്ലെങ്കിൽ 3 എണ്ണം നമ്മളെ കയ്യിൽ വെക്കണം. അങ്ങനെ നമ്മൾ ഫാർമിൻ്റെ ഏരിയയിലെത്തി. ഇനി നമുക്ക് ബാക്കി പണി സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ കൊടുന്ന് വെച്ച ഹോപ്പറിൻ്റെ ഭാഗത്ത് നമുക്ക് 2 ചെസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കാം. ഈ പെട്ടിയിലാവും എല്ലാ ഐറ്റംസും വന്നിരിക്കണത്. എന്ന് വെച്ചാൽ മേലത്തതും താഴത്തതും ഈ പെട്ടിയിൽ തന്നെയാണ് സാധനങ്ങളൊക്കെ വന്നിരിക്കുക. ഇതിങ്ങനെ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ മേലെ ബ്ലോക്ക് ഉണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് മാറ്റി കൊടുക്കണം. ഇനി ഈ ഭാഗം ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ലാബ് ഉണ്ടാക്കി വെക്കാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റെയറും വെക്കാൻ പറ്റും. നമ്മളിപ്പോൾ സ്ലാബാണ് വെക്കുന്നത്. പക്ഷേ ഈ പെട്ടിയിലൊന്നും വന്നിരിക്കണില്ല. ഈ ഹോപ്പറിലൊന്നും സാധനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എവിടെ എന്തോ ബ്ലോക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ. ഞാനങ്ങനെ താഴെ ഭാഗത്തേക്ക് വന്ന് ഈ ഭാഗത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇതിൽ പ്രശ്നമുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ആണ്ട് പോകണില്ല. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കട്ടെ. ആണ്ട് ഈ ഭാഗത്ത് നമ്മൾ താഴെ ഭാഗത്തേക്ക് വെക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഹോപ്പർ. അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് പൊട്ടിച്ച് മാറ്റിയതിൻ്റെ ശേഷം നല്ല കറക്റ്റിന് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ താഴെ ഭാഗത്തേക്കാണുള്ളത്. അതൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ ഒന്ന് സെറ്റാക്കട്ടെ. ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ കറക്റ്റിന് തന്നെ ഐറ്റംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി മേലെ ഭാഗം കൂടി ഞാൻ സെറ്റ് ചെയ്തെടുക്കട്ടെ. ഇത് ഇവന്മാർ കൃഷി നടത്തും. എന്നിട്ട് കിട്ടുന്ന ഐറ്റംസ് അവിടെ നടുക്കാൻ നിൽക്കുന്ന വില്ലേജറിന് കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ വില്ലേജറിന് കിട്ടൂല. മൈൻ കാർട്ട് വഴി ഒക്കെ നമ്മളെ ഹോപ്പർ പിക്ക് ചെയ്തുകൊണ്ട് ഈ പെട്ടിയിൽ കൊടുന്ന് വെക്കും. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഭാഗം നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഈ ഭാഗം തന്നെ സെറ്റാക്കി വെച്ചിരിക്കണേ. ഇനി ഒരു വില്ലേജറിന് കൊടുന്ന് നമുക്ക് ഈ നടുക്കത്തെ ഏരിയയിലൊന്ന് കൊടുന്നിടണം. അപ്പോൾ ഒന്ന് കൊടുന്നിടട്ടെ. അതങ്ങനെ ഒരു വില്ലേജറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റിന് പിന്നെ ആ ഭാഗത്ത് ആക്കി കൊടുത്താൽ മതി. ഒന്നുകൂടി ചാടടാ. അവിടെ ഇറങ്ങ്. ആ അങ്ങനെ അവന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബ്ലോക്കൊക്കെ പൊട്ടിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള വില്ലേജസിനും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ സെറ്റ് ചെയ്യട്ടെ. അങ്ങനെ നമ്മളെല്ലാ വില്ലേജസിനെയും കൊടുന്ന് അവന്മാർക്ക് ജോബും കൊടുത്തേക്കണേ. അതിനനുസരിച്ചുള്ള വീറ്റും പൊട്ടാറ്റോയും ക്യാരറ്റും അതുപോലത്തെ സംഭവങ്ങളൊക്കെ നട്ടു വെച്ചിരിക്കണേ. നമ്മളിനി ഹോപ്പറിൻ്റെ കണക്ഷനാണ് കൊടുക്കാൻ പോണത്. നമ്മൾ ബാക്ക് സൈഡിലാണ് എല്ലാ ഹോപ്പറും കണക്ട് ചെയ്യാൻ പോണത്. എന്ന് വെച്ചാൽ ഒന്ന് മേലെ വന്ന് ഇതുപോലെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ 4 ഹോപ്പറിൻ്റെ കണക്ഷനും ബാക്ക് സൈഡിലേക്കാണ് വരുന്നത്. ഇതിലൊരു ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ ഈ വെട്ടി വന്ന് തുറന്നു നോക്കിയാൽ ഇതിൽ വന്നിരിക്കും. അപ്പോൾ ബാക്ക് സൈഡിലാണ് എല്ലാം ഇരിക്കുന്നത് കണക്ഷന്. ഇത് നമുക്ക് ഇനി നേരെ താഴത്തേക്ക് കൊണ്ടുപോകണം. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമ്മൾ ചാടി കളിച്ചു. അതുപോലെ തന്നെ നമ്മൾ ബ്ലോക്ക് വെച്ച ഭാഗത്തൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കാണ്ട്. അതൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്തതിന് ശേഷം അവിടെ സാധനങ്ങൾ നട്ടു കൊടുക്കണം. എന്നാലാണ് കൃഷി നല്ല ഇവർ എടുക്കുള്ളൂ. അതൊക്കെ ക്ലീനാക്കി വെക്കുന്നതിന് മുന്നേ നമുക്ക് ചെറിയ പണിയും കൂടി ഉണ്ട്. നമുക്ക് ഡെക്കറേഷനായിട്ടും അതുപോലെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാണ്ട്.
അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡ് ചെയ്യുന്ന സുഖത്തിന് ഇവിടെ കുറച്ചും കൂടി ബ്ലോക്ക് വെക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ ഫ്രണ്ട്സ് വെക്കുന്നുണ്ട്, അതിൻ്റെ മേലെ നമ്മൾ വാൾസ് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലായിട്ട് നമ്മൾ സ്റ്റെയർ വെക്കുന്നുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഫെൻസ് ഗേറ്റ് വെക്കണം. അതെടുക്കട്ടെ. ഇനി ഇതുപോലെ ഇവിടെ നിന്നിട്ട് കറക്റ്റിന് വെക്കാനിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്കും കൂടി അപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം ഇനി കറക്റ്റിന് വെക്കാം. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഓപ്പൺ ആയും വേണം. ഇനി കുറച്ചുകൂടി ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമുണ്ട്. എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വെക്കുക. നമുക്ക് സ്ലാബ് എടുക്കണം. സ്ലാബ് ഇതിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അത് സെറ്റ് ചെയ്ത് ഇനി ഒരു ട്രാപ്പ് ഡോർ കൂടി വെക്കണം. ഇനി നമുക്ക് ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ലാൻഡ് ടൈം വെക്കണം. ഈ ഭാഗത്തായിട്ടാണ് ലാൻഡ് ടൈം വെക്കാൻ പോകുന്നത്. അപ്പോൾ സാധാ ലാൻഡ് ടൈം നമ്മളെ കൈക്കുണ്ട്, അത് വെക്കണില്ല. നമ്മൾ കോപ്പറിൻ്റെ ലാൻഡാണ് വെക്കുന്നത്. അത് ഒന്നുകൂടി കാണാൻ ഭംഗിയാണ്, അതുകൊണ്ടാണ് അത് വെക്കുന്നത്. നമ്മളെ കയ്യിലുള്ള കോപ്പറൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് ഫോർച്യൂൺ ചെയ്തെടുക്കണം. എൻ്റെ ഫോർച്യൂൺ പിക്കാസ് ഒന്ന് എടുത്തോണ്ടോട്ടെ. നമ്മൾ ബേസിലാണ് ഫോർച്യൂൺ പിക്കാസ് ഉള്ളത്. പിക്കാസ് അങ്ങനെ കിട്ടി. നമുക്കിതൊന്ന് മൈൻഡ് ചെയ്തെടുക്കാം. കുറച്ച് കോപ്പറേ ഉള്ളൂ. ഞാൻ കോപ്പർ കാണുമ്പോൾ അങ്ങനെ എടുക്കലില്ല, നമ്മൾ യൂസേജ് ഇല്ലാത്തതുകൊണ്ട്. ഇപ്പം ഇനി ഇത് യൂസ് ആയിക്കോളും. പണ്ടത്തെ പോലെ അല്ല കോപ്പർ. ഇപ്പോൾ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നല്ല രീതിക്ക് ബിൽഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കോപ്പർ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്തെടുക്കട്ടെ. അതിന് വേണ്ടി കുറച്ച് കോൾ നമുക്ക് ഫോർച്യൂൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് കിട്ടിയ കോപ്പറൊക്കെ നമുക്ക് നെഗറ്റാക്കി മാറ്റണം, എന്നാലാണ് നമുക്ക് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റേക്കോളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോപ്പറിൻ്റെ ടോർച്ച് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. അതിനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാൻഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ലാൻഡ് ഉണ്ടാക്കേണ്ടത് സിമ്പിളാണ്. ആദ്യം നമുക്ക് ഈ ഭാഗത്ത് ഒരു ചെയിൻ വെക്കണം. ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ലാൻഡ് വെക്കാം. അപ്പോൾ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ലാൻഡ് എടുത്തതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് കൊടുത്ത് വെച്ചാൽ മതി. അത് കുഴപ്പമില്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ചെയിനും കൂടി ഒന്ന് മാറ്റി കൊടുക്കണം. കോപ്പറിൻ്റെ ചെയിൻ തന്നെ വെക്കണം, എന്നാലാണ് ഒന്നും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് കൂടി അങ്ങനെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നാൽ ഒരു സൈഡിൽ തന്നെ 2 ലൈറ്റ് തൂക്കിയിടാം. അപ്പോൾ കാണാൻ ഒന്നുകൂടി രസമുണ്ടാവും. ഒന്ന് സാധാ ലാൻഡിനും ഒന്ന് കോപ്പറിൻ്റെ ലാൻഡിനും വെക്കാം. അപ്പോൾ ഒന്നുകൂടി രസമുണ്ടാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലാൻഡൻ തൂക്കിയിടാം. ഇപ്പോൾ ഒന്നും കൂടി കാണാൻ രസമുണ്ട്, 2 സൈഡും ഇങ്ങനെ ഉണ്ടായതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ലാൻഡിൻ്റെ ഈ ചെയിനൊന്ന് മാറ്റി കൊടുക്കാം. കോപ്പറിൻ്റെ ആക്കി കൊടുക്കാം. ഈ ഭാഗത്തുള്ളത് കോപ്പറിൻ്റെ ചെയിൻ ക്രാഫ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ഐറ്റം എടുത്ത് ഇവിടെ തൂക്കിയിടാം. ഇപ്പോൾ കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ട്. അത് ചേർന്ന് പോകുന്നുണ്ട്. ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇതുപോലെ ഞാൻ 4 സൈഡിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കട്ടെ. നമ്മളതിന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 4 സൈഡിലും ഇതുപോലെ സെറ്റ് ചെയ്തിരുന്നു. ഞാൻ ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്ന് കാണിച്ചു തരാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിരിക്കണേ. ഇതെല്ലാം ഒരുപോലെ അല്ല, പലതും പല രീതിക്കാണ് ഇരിക്കുന്നത്. പക്ഷെ ഒരുപോലെ തോന്നും. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. രാത്രി ഒന്നുകൂടി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ലപോലെ ഒന്ന് കാണിച്ചു തരാം. ഈ മരത്തിൻ്റെ മേൽക്കൊന്ന് വലിഞ്ഞു കയറട്ടെ. ഇതുപോലെ ഉണ്ട് നമ്മളെ ഏരിയ. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇനി രാത്രി ആകുമ്പോൾ ഒന്നുകൂടി കാണിച്ചു തരാം. രാത്രി ആകുമ്പോഴാണ് ഒന്നുകൂടി ഭംഗി കാണാൻ. ഇനി നമുക്ക് ബാക്ക് സൈഡിൽ മേലത്തെ ഹോപ്പർ ഒന്ന് താഴത്തേക്ക് കണക്ട് ചെയ്യാണ്ട്. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്യണം. ഈയോ ക്രീപ്പർ ഇവിടെ ഒന്ന് ഒളിച്ചിരിക്കുക. ഞാൻ വരുമ്പോൾ പൊട്ടി തീർക്കാൻ വേണ്ടിയിട്ട്. ഇവനൊന്ന് തീർക്കട്ടെ. ഇനി ഈ ഹോപ്പർ ഒന്ന് നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരണം. ഒരു ബ്ലോക്ക് ഗ്യാപ്പ് കിട്ടിയതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ഹോപ്പർ വെച്ച് കൊടുക്കാം. ഇത് തമ്മിൽ കണക്റ്റ് ആവും. നമ്മൾ ഐറ്റംസൊക്കെ ഈ ഹോപ്പറിൽ വന്നിരിക്കുന്നുണ്ടാവും. ഇതുപോലെ ഇതിൽ വന്നിരിക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്നും കൂടി നമുക്ക് താഴത്തേക്ക് കണക്ട് ചെയ്ത് വെക്കണം ഹോപ്പർക്ക്. ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. ഇനി എല്ലാ സാധനങ്ങളും ആ പെട്ടിയിൽ വന്നിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹോപ്പറും കൂടി വെച്ച് കൊടുത്താൽ മതി. ഇനി മേലത്തെ ഐറ്റംസും ആ പെട്ടിയിൽ തന്നെ വന്നിരിക്കും. അപ്പോൾ ഒക്കെ സെറ്റായി. ഇനി ബാക്കിയുള്ള ഏരിയ ഒക്കെ ഒന്ന് നമുക്ക് ഡേർട്ട് വെച്ചുകൊണ്ട് അടച്ചു കൊടുക്കാം. ഇപ്പം നൈറ്റായി. ഇനി ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. താഴെ ഭാഗത്ത് സോംബീസൊക്കെ സ്പോണായി തുടങ്ങി. ഇതുപോലെയാണ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഈ മരത്തിൻ്റെ മേൽക്കൊന്ന് പോവാം, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതിൻ്റെ മണ്ടൊക്കെ വലിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ നോക്കുമ്പോൾ ഇതാണ് നമ്മളെ വ്യൂ. കാണാനൊക്കെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഇതുപോലെ നല്ല രസമൊക്കെ ഉണ്ട്. ഇനി പെട്ടെന്ന് പോയി നമുക്ക് കിടന്നുറങ്ങാം. നൈറ്റാണ്. സോംബീസൊക്കെ സ്പോണായി തുടങ്ങി. ഇനി നമ്മൾ താഴെ ചെയ്തപ്പോൾ തന്നെ ഈ ഭാഗത്തും ഗ്ലാസ്സൊക്കെ വെക്കണം. എല്ലാ ഭാഗത്തും ഗ്ലാസ് ഒന്ന് വെച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റെഡി ആക്കട്ടെ. നമ്മളെ ഫാം നല്ല രീതിക്ക് വർക്കിംഗ് ആണ്. ഇതിൽ 3 ഐറ്റംസ് വന്നിരിക്കുന്നുണ്ട്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് വന്നിരിക്കും. വീറ്റിൻ്റെ വില്ലേജസ് നമ്മൾ ബ്രെഡാണ് തരിക.
അത് ഞാൻ ഇപ്പം തന്നെ എടുത്തുകൊണ്ട് നമ്മൾ കൈക്ക് പിടിക്കും. നമുക്ക് ബ്രെഡ് അത്യാവശ്യമാണ്. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെ ഏരിയ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഈ ഡയറക്റ്റ് കാണുന്ന ഭാഗത്തൊക്കെ ഒന്ന് സ്ലാബും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട്. അതങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാനൊക്കെ കുറച്ചുകൂടി ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാമിൻ്റെ പണി കഴിഞ്ഞ് ഫാം വർക്കിംഗ് ആണ്. നമ്മൾ ഐറ്റംസൊക്കെ ഇതിൽ തന്നെ വന്നിരിക്കുന്നുണ്ട് കറക്റ്റിന്. ഇതിൽ ബ്രെഡ് കിട്ടും. ആ ബ്രെഡ് എന്തായാലും നമുക്ക് എടുക്കാം. ഫുഡും ആയി ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.